നാട്ടുകാരുടെ ഉറക്കവും സ്വൈരവും കെടുത്തി മലയോര മേഖലയിൽ കോട്ടരുമ ശല്യം രൂക്ഷം. മലയോര മേഖലയിലെ മിക്ക വീടുകളും കോട്ടരുമകളുടെ പിടിയിലാണ്. നേരം ഇരുട്ടി വെളിച്ചം കത്തിക്കുന്നതോടെ കോട്ടരുമകൾ വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തും. ഭക്ഷണപാത്രങ്ങളും കിടക്കകളിലും വന്നു വീഴുന്ന പ്രാണികൾ വലിയ ശല്യമായി തീർന്നിട്ടുണ്ട്. ഇത് കാരണം വീടുകളിലെ പുറത്ത് ലൈറ്റിട്ട് അകത്തെ വെളിച്ചം ഓഫാക്കിയാണ് ദിവസങ്ങളോളം മലയോര മേഖലയിലെ കുടുംബങ്ങൾ കഴിയുന്നത്. ശല്യം സഹിക്കവയ്യാതെ ചില കുടുംബങ്ങൾ വീട് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ വീടുകളിലെ മേൽക്കൂരകളിലും ജനവാതിലുകളിലെ മറ്റും ചെറിയ വിടവുകളിലും പുറത്ത് കരിയൽക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ വെളിച്ചം കാണുന്നതോടെ കൂട്ടത്തോടെ പറന്നെത്തുകയാണ്. മനുഷ്യ ശരീരത്തിൽ കോട്ടരുമയിൽ നിന്ന് ഉണ്ടാകുന്ന ദ്രാവകം പൊള്ളലും ചൊറിച്ചിലും അലർജി ഉണ്ടാക്കുന്നു. ഇവരെ പൂർണ്ണമായി തുരത്താൻ ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല. വേനൽ മഴ പെയ്യുന്നതോടെയാണ് ഇവയുടെ പ്രജനനകാലം ആരംഭിക്കുന്നത്. കാലവർഷം തുടങ്ങി പകുതിയാകുന്നതോടെ മാത്രമേ കോട്ടരുമകൾ അപ്രത്യക്ഷമാകുകയുള്ളൂ. മുപ്പിളി വണ്ടുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. കറുത്ത നിറത്തിൽ ബലമുള്ള പുറന്തോടുമായാണ് ജീവിതം. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ജൈവ വളത്തിലൂടെയാണ് ഇവ കേരളത്തിൽ എത്തിയതെന്നും പറയപ്പെടുന്നു. ഒട്ടേറെ കീടങ്ങളും പ്രാണികളും തമിഴ്നാടിന്റെ സംഭാവനയായി കേരളത്തിലുണ്ട്. മഴ പെയ്ത് തണുക്കുന്നവരെ ഈ ചെറിയ വണ്ടിന്റെ ശല്യം സഹിച്ച് മതിയാവൂ എന്നതാണ് അവസ്ഥ. കോട്ടരുമ ഈ നമ്മുടെ അടക്കാക്കുണ്ട് പ്രദേശത്ത് അതുപോലെ ചെങ്കോട് പ്രദേശത്തൊക്കെ ചില തിരഞ്ഞെടുത്ത വീടുകളിൽ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട്. അത് അവരേത് കാറ്റഗറി വെച്ചാൽ തിരഞ്ഞെടുക്കുകയെന്ന് അറിയില്ല. ചില വീടുകളിലേക്ക് മേൽമഴ വരുന്നതോടുകൂടി ഒന്നായിട്ട് വരികയും ആ വീടുകളിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബസമേതം മറ്റുള്ള വീടുകളിൽ പോയി താമസം മാറ്റിയ സാഹചര്യം വരെ ഈ അടക്കാക്കുണ്ട് പ്രദേശത്തൊക്കെ ഉണ്ട്. ഇതിന് എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന് ഇന്നേ വരെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പുല്ലങ്കോട് പ്രദേശത്തിൽ അതുപോലെ നമ്മുടെ കാളികാവ് ബസാർ സ്കൂള് മറ്റുള്ള സ്കൂളുകൾ ഇതിനകത്തൊക്കെ കോട്ടരുമ ശല്യം വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.